ചടങ്ങുകൾ വിജയകരമാക്കിയതിനും ചെമ്പകമംഗലത്തെ നന്ദിനി ദേവിയുടെ മകളായി മാറിയതിനും അഭിനന്ദനങ്ങൾ. ഇതാര് കൊണ്ടുവന്ന് വെച്ചു? ഈ ഗ്രീറ്റിംഗ് കാർഡ് ആരാ ഇത് ചെയ്തത്? എന്താ മോളെ അത്? എന്ത്? എന്നെ കണ്ടപ്പോ എന്തോ ഒരു കാര്യം ഒളിപ്പിച്ച പോലെ. അമ്മയ്ക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഞാനൊന്നും ഒളിപ്പിച്ചില്ല. ഇല്ലേ? ഇല്ല. ആ എങ്കി വേണ്ട. അതെ, ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറയാതെ ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ഒരു പക്ഷേ അത് പുലിവാലായേക്കും. എന്തും അന്യോന്യം തുറന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും. അതുകൊണ്ട് അമ്മ പറഞ്ഞതാ. ഈ കാർഡ് കണ്ടിട്ട് ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയ ഞാനിത് അമ്മയോട് മറച്ചു വെച്ചത്. എന്റെ പ്രതീക്ഷകളെയെല്ലാം തകർത്ത് അവൾ, എന്റെ മീനാക്ഷി, ചെമ്പകമംഗലത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. എന്റെ ആജന്മ ശത്രുവായ ആ നന്ദിനിയുടെ മകളായി. ഇതെനിക്ക് സഹിക്കാനാവാത്തതാ. ഇതങ്ങനെ വിട്ടൂടാ. ചെമ്പകമംഗലം പുകയണം. കത്തി പർവ്വതം പോലെ പുകയണം. പുകയ്ക്കണം. എന്നിട്ട് മീനാക്ഷിയെ പുറത്തേക്ക് കൊണ്ടുവരണം. അതിനൊരു ഐഡിയ ഉണ്ട്. മാധുരി മരിച്ച തീയതി വെച്ച് കണക്ക് കൂട്ടണം. ഇത് തന്നെ വഴി. ഇന്ദ്രജ, എന്റെ തറവാടിന് നിങ്ങൾ ശത്രുവാ. പക്ഷേ എനിക്ക് നിങ്ങളെ മിത്രമാക്കി നിർത്തിയേ പറ്റൂ. കാര്യം രണ്ട്. ഒന്ന്, മാധവ മന്ദിരത്തിന്റെ സ്വത്തിന്റെ പകുതിയെങ്കിലും എനിക്ക് കിട്ടണം. അതിന് ഈ നാത്തൂനെ കൂടെ ചേർത്ത് നിർത്തിയേ പറ്റൂ. പിന്നെ മീനാക്ഷി, അമ്മ മകളുടെ ഇടപാട് രണ്ടിനെ ഇവിടുന്ന് അടിച്ചിറക്കിയേ പറ്റൂ. ഹലോ ഇന്ദ്രജെ. എന്താ സാവിത്രി ഫോൺ എടുക്കാൻ ഇത്ര താമസം? ഈ വീടിന്റെ ചുമതല മുഴുവൻ എന്റെ തലയിലല്ലേ ഇന്ദ്രജെ? ചെമ്പകമംഗലത്തിന് മറ്റൊരു മഹാറാണി കൂടി ഉണ്ടല്ലോ. രാജലക്ഷ്മി അമ്മ ദത്ത് നിർത്തിയ മഹാരാജ്ഞി. ആ മഹാരാജ്ഞിക്ക് ഒരു കുമാരി കൂടി ഈയിടെ ഉണ്ടായി. രാജ്ഞിയും രാജകുമാരിയും കൂടെ മുറിയിലെ പള്ളി വർത്തമാനത്തിലാണെന്ന് തോന്നുന്നു. ഇനി പള്ളിച്ചായ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വരും. ഈ രണ്ട് വള്ളിക്കെട്ടുകളെയും അവിടെ നടിച്ചിറക്കി ശുദ്ധികലശം ചെയ്യാനുള്ള ഒരു ഉഗ്രൻ വേലയുമായിട്ടാ ഞാനിപ്പോ നിൽക്കുന്നത്. അല്ല,
എന്റെ സഹായം വേണ്ട ഇന്ദ്രജെ. ആ പിന്നെ അത് പറയാനല്ലേ ഞാൻ വിളിച്ചത്. അതിനെന്താ, ഒരു സംശയം വേണ്ട. രാമഭദ്രൻ എന്ന ഇന്ദ്രജയുടെ ആങ്ങളയായ എന്റെ ഭർത്താവ് എതിർത്താലും ഞാൻ ഇന്ദ്രജയുടെ കൂടെ തന്നെ. അതെനിക്കറിയാം. സാവിത്രിയുടെ വിശ്വസ്തതയെ പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. ആ പിന്നെ കാര്യം പറയും. മീനാക്ഷിയെ എനിക്കിങ്ങ് വേണം. മീനാക്ഷിയെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു കുതന്ത്രം ഞാൻ മെനഞ്ഞിട്ടുണ്ട്. ആ മെനഞ്ഞ കുതന്ത്രത്തെ പറ്റി ഒന്ന് വിശദീകരിക്കൂ. മനുഷ്യനായാലും മറ്റേത് ജീവികൾക്കായാലും പെറ്റമ്മ എന്ന് പറയുന്നത് ഒരു ദൗർബല്യമല്ലേ? യാതൊരു സംശയം വേണ്ട. അമ്മയെന്ന് പറഞ്ഞാലേ സ്നേഹത്തിന്റെ വേറൊരു ലോകം. എന്നാൽ മീനാക്ഷിയുടെ ആ ദൗർബല്യത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നു നമ്മുടെ ഈ കുതന്ത്രം. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. മാധുരി മരിച്ചിട്ട് 41 ദിവസമാകാൻ പോകുന്നു. ചേച്ചി, ചേച്ചി, അവള് വരുന്നുണ്ട്. വരുന്നുണ്ടോ? എന്നാ പിന്നെ തുടങ്ങിയേക്കാം. ഇരിക്കിരിക്ക. ആ മാലു, എന്താ ചേച്ചി? ഇന്ന് നമ്മുടെ പുന്നത്തറ ശാരദയുടെ 41 ചടങ്ങാ. പുന്നത്തറ ശാരദയോ? അതാരാ ചേച്ചി? എന്റെ മാലു, നമ്മുടെ കെട്ടി തൂങ്ങിച്ചത്ത ശാരദയില്ലേ, ആ ബാബുരാജിന്റെ ഭാര്യ. ശാരദ? ആ, അത് കെട്ടിത്തൂക്കിയതല്ല, ആ ബാബുരാജ് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ഒരു കിംവദന്തി ഉണ്ടല്ലോ. ആ അത് കിംവദന്തിയൊന്നുമല്ല, അതായിരിക്കും വാസ്തവം. ആ ബാബുരാജേ ഒരു തൊരപ്പന. ആ അതെന്തോ ആവട്ടെ, ഏതായാലും അവളുടെ 41ാം ബലിയാ. ഇങ്ങനെ ദുർമരണം സംഭവിച്ചാലേ അതിനൊക്കെ ബലിയും കർമ്മങ്ങളൊക്കെ നടത്തുവോ ചേച്ചി? പിന്നെ നടത്തണം. അതിനൊരു കാരണമുണ്ടേ. ആ മീനാക്ഷിയും കൂടെ കേട്ടോ. നീ വളർന്നു വരുന്നൊരു പെണ്ണാ, നീയും ഇതെല്ലാം പഠിച്ചിരിക്കണം. അപകടമരണം സംഭവിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഒക്കെ ആയുസ്സെത്താതെ മരിക്കുന്നതാ. ആയുസ്സെത്താതെ മരിക്കുന്നവരുടെ ആത്മാക്കള് അങ്ങനൊന്നും ഈ ലോകം വിട്ട് പോവില്ല. ജീവിച്ച് കൊതി തീരാത്തതുകൊണ്ട് അതിങ്ങനെ കറങ്ങി നടക്കും. ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി തക്കതായ കർമ്മങ്ങൾ ചെയ്യണം. ചിലര് ചടങ്ങിന് വേണ്ടി 41 ബലിയൊക്കെ നടത്തും. അത് കണ്ട പൊട്ടന്റെ മാവേലിയർ പോലെ കൊണ്ടെങ്കി കൊണ്ടു, അത്ര തന്നെ. അല്ല മീനാക്ഷി, നിന്റെ അമ്മ മാധുരിയുടെ 41 വരുന്നത്? മാധുരിയുടെ കഥകളൊക്കെ അങ്ങ് മാഞ്ഞു പോയില്ലേ? മീനാക്ഷിക്ക് പുതിയ അമ്മയെയും കിട്ടി. ഇനിയിപ്പൊ ബലി ഇട്ടാലെന്താ, ബലി ഇട്ടില്ലെങ്കെന്താ? അയ്യോ, 41 ബലിയിട്ടില്ലെങ്കിലേ പരേതാത്മാവ് പരമാത്മാവിൽ ലയിക്കില്ല. അതിങ്ങനെ കറങ്ങി നടന്ന് ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ സാവിത്രിജിക്ക് പരേതാത്മാവും പരമാത്മാവും ഒക്കെ അറിയാവോ? ചേച്ചി ഒരു പണ്ഡിതാത്മാവ് ആവേണ്ടതായിരുന്നു അല്ലേ?
അയ്യോ ചേച്ചി പുഴുക്കുത്തേറ്റ മന്ദാരപ്പൂ ആയി പോയില്ല ഞാൻ. അയ്യോ, അല്ലെങ്കിൽ വല്ല പ്രൊഫസറോ കളക്ടറോ ഒക്കെ ആവേണ്ടതായിരുന്നു. അയ്യോ കരയാന്ന് പ്രൊഫസറെ. ഇനി നമുക്ക് അടുത്ത ജന്മത്തിലാവാം. ചേച്ചി എന്തില്ലേ അവള് പോയി. അതേറ്റുമല്ലേ? മറ്റുള്ളവർക്ക് വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മാധുരി എന്നെ പ്രസവിച്ച എന്റെ അമ്മയാ. മാധുരി എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. മറ്റുള്ളവര് വെറുത്തോട്ടെ, പക്ഷെ ഞാൻ എന്നെ നൊന്ത് പെറ്റ എന്റെ അമ്മയെ വെറുക്കുന്നത് എന്തിനാ? മരിച്ചുപോയ അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ ജീവിച്ചിരിക്കുന്ന ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ എന്റെ അമ്മയുടെ ബാക്കി മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണ്ടേ? എന്താ മീനാക്ഷി, എന്താ അമ്മേ? നിനക്കെന്താ ഒരു വല്ലായ്മ പോലെ? ഏയ് ഒന്നുമില്ല. നീ എന്താ എന്നെ കണ്ടപ്പോ ഒളിപ്പിച്ചത്? ഞാനൊന്നും ഒളിപ്പിച്ചില്ല. അമ്മയ്ക്ക് വെറുതെ തോന്നിയതായിരിക്കും. മൂർച്ച കൂട്ടി വെച്ചതല്ലെങ്കിലും മറ്റേ പാര ഏറ്റ ലക്ഷണമുണ്ട്. അതേറ്റത് തന്നെ. ആയുസെത്താതെ മരിക്കുന്നവരുടെ ആത്മാക്കള് അങ്ങനൊന്നും ഈ ലോകം വിട്ട് പോവില്ല. ജീവിച്ച് കൊതി തീരാത്തതുകൊണ്ട് അതിങ്ങനെ കറങ്ങി നടക്കും. ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി തക്കതായ കർമ്മങ്ങൾ ചെയ്യണം. അല്ല മീനാക്ഷി, നിന്റെ അമ്മ മാധുരിയുടെ 41 വരുന്നത്? മാധുരിയുടെ കഥകളൊക്കെ അങ്ങ് മാഞ്ഞു പോയില്ലേ? മീനാക്ഷിക്ക് പുതിയ അമ്മയെയും കിട്ടി. ഇനിയിപ്പൊ ബലി ഇട്ടാലെന്താ, ബലി ഇട്ടില്ലെങ്കിൽ എന്താ? എന്ത് പറ്റി മോളെ? വിശപ്പില്ലമ്മേ. മീനാക്ഷി, മുത്തശ്ശി എന്താ കഴിക്കാത്തത്? എനിക്കിപ്പോ വേണ്ട മുത്തശ്ശി. എന്താ മീനാക്ഷിക്ക് ഒരു സങ്കടം പോലെ? അറിയില്ലമ്മേ. അതെ, നിങ്ങൾ കുട്ടി എന്തേലും വഴക്ക് പറഞ്ഞോ? അയ്യോ അമ്മേ, ഞങ്ങൾ ആ ഏരിയയിലോട്ട് പോലും പോവാറില്ല. വെറുതെ അപവാദം കേൾക്കണ്ടെന്ന് കരുതിയേ. ഇവിടെ എന്ത് സംഭവം നടന്നാലും അമ്മ ചെണ്ട കൂട്ടുന്നത് എന്റെ മോന്തല്ലേ.
അല്ല, കുട്ടിക്ക് ഇത് എന്ത് പറ്റി നന്ദിനി? കുട്ടി എന്താ ഒന്നും കഴിക്കാതെ പോയത്? മതിയടി, നിന്റെ പരിഹാസം അവളോട് വേണ്ട. ഓ, എന്താണ് ചിന്താവിഷ്ടയായ മീനാക്ഷി? ഏയ്, എന്താ മീനാക്ഷി, നിനക്കെന്തു പറ്റി? അല്ല, സദാസമയം ചിരിക്കുടുക്ക പോലെ നടന്ന നീ പെട്ടെന്ന് എന്താ ഒരു ദുഃഖപുത്രിയെ പോലെ? നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. എടോ, അതെന്താണെന്ന് പറ മീനാക്ഷി. എനിക്കൊരു പ്രശ്നവുമില്ല. നീ നിന്റെ കാര്യം നോക്കി പോയേ. ആ, നിന്നോടൊക്കെ വന്ന് വിശേഷം ചോദിച്ച എന്നെ ചീന കവളമടലിനടിക്കണം. എടാ വൈശാഖേ, എന്താടി? നീങ്ങ വന്നേ. അതെ, എൻ്റെ മനസ്സിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനത് പറഞ്ഞാൽ നിനക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ? എടി മീനാക്ഷി, നിനക്കെന്നെ അറിയാൻ പാടില്ലാത്തോണ്ടാ. കണ്ടാലൊരു മൾട്ടി ഫേസ് പേഴ്സണാലിറ്റി ഒന്നും എനിക്കില്ലായിരിക്കും. പക്ഷേ ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കാലനാ. കാലനാണെങ്കിൽ വേണ്ട. എടോ, യമകാലൻ. ആ, യമകാലനാണെങ്കിൽ ഒട്ടും വേണ്ട. നശിപ്പിച്ച് കളയില്ലേ? എന്താ മീനാക്ഷി ഇത്? ഞാൻ ഒരു മരമണ്ടനല്ലാന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയതാ. നീ മരമണ്ടനൊന്നുമല്ല, അതെനിക്കറിയാം. നീ നിന്റെ പ്രോബ്ലം പറ മീനാക്ഷി. എടാ, എന്നെ അലട്ടുന്ന പ്രശ്നം എൻ്റെ അമ്മയുടെ ബലികർമ്മങ്ങളാണ്. മനസ്സിലായില്ല? എടാ, എൻ്റെ അമ്മയുടെ 41 ബലിയാ നാളെ. മരിച്ചുപോയി എൻ്റെ അമ്മയ്ക്ക് ബലി നടത്തണമെങ്കിൽ ഞാനല്ലാതെ മറ്റാരാ ഉള്ളത്? അല്ല, നീ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, നിന്റെ അമ്മ ഈ ചെമ്പകമംഗലത്തിലുള്ളവർക്കെല്ലാം ശത്രുവായിരിക്കാം. പക്ഷേ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയല്ലേ അവര്? അല്ല, അവരെ നീ എന്തിനു ശത്രുവായി കാണണോ? എനിക്കെൻ്റെ ദൈവമേയും ജീവനാ. അത് നിന്നെ ദത്തെടുത്ത നിന്റെ പോറ്റമ്മ. അവരെ സ്നേഹിക്കേണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? നീ അവരെയും സ്നേഹിച്ചോ? പക്ഷേ പെറ്റമ്മയെ മറക്കാൻ പാടില്ല. ഇല്ലടാ, മാധുരി എന്നെൻ്റെ അമ്മ എൻ്റെ മനസ്സിലാണ് ജീവിക്കുന്നേ. സാധാരണയുള്ള ബലിയും കർമ്മങ്ങളും ഒക്കെ ഞാൻ നടത്തി. അസ്ഥിയും കൊണ്ടുചെന്ന് കടലിലൊഴുക്കി. ഇനി ഈ 41 ബലി നടത്തണോ വേണ്ടയോന്നാ എനിക്കറിയേണ്ടത്. എന്റെ മീനാക്ഷി, ഞാൻ വിശ്വാസിയുമല്ല അവിശ്വാസിയുമല്ല. ബലികർമ്മങ്ങൾ നടത്തിയില്ലെങ്കിൽ ആത്മാക്കൾ അലഞ്ഞു തിരിയോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു ആത്മാവിനെയും കണ്ടിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു ജോത്സ്യനോട് ചോദിക്കും. അയാൾ പറയുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹലോ, ജോത്സ്യരല്ലേ? അതെ, ജോത്സ്യൻ തന്നെയാ. വാമദേവ പണിക്കർ. ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണേ. ആ, പറഞ്ഞോളൂ. സംശയം പറഞ്ഞു തരാനുള്ള പണിയൊന്നും എനിക്കില്ല. ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ. ഒൺലി അസ്ട്രോളജി. ജ്യോതിഷ സംബന്ധമായ സംശയം തന്നെയാ എനിക്ക് ചോദിക്കാനുള്ളത്. ആണോ? എങ്കിൽ മുഖവരി എന്തിനാ? ചോദിച്ചോളൂ. അതായത് എൻ്റെ അമ്മ മരിച്ചിട്ട് നാളത്തേക്ക് 41 ദിവസം ആവുക. അപ്പോ 41 ബലി ഇടണോ? അതെന്ത് ചോദ്യം?
പിന്നെ 41 ബലി വേണ്ടേ? അല്ല, അതായത് ഞാൻ ഒറ്റ മകളേ ഉള്ളൂ. ബലിയിടാൻ ചില കുടുംബ പ്രശ്നങ്ങളും ഉണ്ട്. എന്റെ പെങ്കൊച്ചെ, മരിച്ചുപോയവർക്ക് എന്ത് കുടുംബ പ്രശ്നങ്ങൾ? പരേതനോട് വൈരാഗ്യം പാടില്ല. അവരുടെ ആത്മാവിന് ശാന്തിയും മോക്ഷവും കിട്ടണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. അത് ചെയ്യേണ്ടത് കുടുംബാംഗങ്ങളുടെ കടമയാ. കർമ്മങ്ങൾ ചെയ്ത് ആത്മാവിനെ തിരിച്ചയച്ചില്ലെങ്കിൽ അതാ തറവാടിന് ചുറ്റും കിടന്ന് അലയും. ജീവിച്ചിരിക്കുന്നവർക്ക് യാതൊരു സ്വസ്ഥതയും കൊടുക്കില്ല. എങ്കിലും കർമ്മം ചെയ്യാൻ ജോത്സരെ. അല്ല, ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം? ഞാൻ തന്നെ വന്ന് ചെയ്തു തരാം. വീട്ടിൽ വെച്ച് വേണോ അതോ പുറത്തു വെച്ച് വേണോ? പുറത്ത് വെച്ച് മതി. എങ്കിൽ കടൽ തീരത്ത് വെച്ചാകാം. കുട്ടി അഴിക്കൽ തീരത്തേക്ക് വന്നാ മതി. കർമ്മത്തിന് പൂജാ സാധനങ്ങളൊക്കെ വേണ്ടേ? വേണം. അത് ഞാൻ മെസ്സേജ് ചെയ്യാം. എന്താ കുട്ടിയുടെ പേര്? മീനാക്ഷി. മീനാക്ഷിക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാമല്ലോ. ശരി, ചാർജ് ഞാൻ അയച്ചേക്കാം. ശരി ജോത്സരെ. ആ ശരി.